ഞാൻ ശ്രീലക്ഷ്മി അജേഷ് കലവറ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് പ്രോഡക്ട്സിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് വളരെ പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർക്ക് കിട്ടാക്കനിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പ്രധാനമന്ത്രി മോദിജിയുടെ മെയിലിലേക്ക് നമ്മൾ എന്തെങ്കിലും പരാതികൾ അയച്ചാൽ നമുക്ക് ഉടൻ തന്നെ പരിഹാരമുണ്ടാകും എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് നമ്മൾ ഈ ചെറിയ സ്ഥലത്തിരുന്നു കൊണ്ട് മെയിൽ അയച്ചാൽ കിട്ടുമോ, അഥവാ കിട്ടിയാൽ തന്നെ അതിൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കേട്ടറിവോ കണ്ടറിവോ ഒന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്ന മോദിജിക്ക് നമ്മൾ ഈ ഒരു കൊച്ചു കേരളത്തിന്റെ, ഞാൻ ഈ തൃപ്പൂണിത്തറ ഇരുന്ന് മെയിൽ അയച്ചതുപോലെ തന്നെ ഏതൊരു നാട്ടിലും ഏത് രാജ്യത്തിന്റെ ഏതൊരു കോണിൽ ഇരുന്ന് മെസ്സേജ് ചെയ്താലും മെയിൽ ചെയ്താലും അത് അദ്ദേഹത്തിന്റെ ഓഫീസ് റിസീവ് ചെയ്യും, അതിനുള്ള പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ ഈസിയാണ്. പ്രധാനമന്ത്രിക്ക് ഒരു മെയിൽ അയക്കുക അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരിക എന്ന് പറയുന്നത്, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് മാത്രമല്ല, സെൻട്രൽ മിനിസ്ട്രിയിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള കംപ്ലൈന്റുകളാണെങ്കിൽ പോലും നമുക്ക് വളരെ വേഗത്തിൽ വളരെ ഈസിയായി തന്നെ അതത് മന്ത്രിമാരുടെ അല്ലെങ്കിൽ അതത് ഡിപ്പാർട്ട്മെന്റുകളുടെ വകുപ്പ് തല മേധാവികളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് പലർക്കും അറിയാമായിരിക്കാം, എന്നാൽ ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പ്രധാനമന്ത്രിക്കോ കേന്ദ്രമന്ത്രിമാർക്കോ ഒരു മെയിൽ അയക്കാൻ, ഒരു പരാതി അയക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം സംസാരിക്കുന്നതിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് PM പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. PM പോർട്ടൽ, PORTAL പോർട്ടൽ, PM പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോഴേക്കും ഒരു കുറെ ലിസ്റ്റ് ഇങ്ങനെ വരും. അതിനകത്ത് PM ഗ്രീവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഹെഡിങ് വരും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിനകത്ത് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സൈൻ ഇൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിന്റെ തൊട്ട് താഴെയായിട്ട് സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പുതിയതായി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയതായി ഈ ഒരു മീഡിയം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സൈൻ അപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണുള്ളത്. ആ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർക്കാനുള്ള ഒരു കോളം, ഒരു ഫോം നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ അഡ്രസ്സ് തുടങ്ങി ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടുള്ള ഒരു ടാബ് ഓപ്പൺ ആയി വരും. അതിനകത്ത് നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ മെയിൽ IDയും അവരുടെ PM പോർട്ടലുമായിട്ട് ലിങ്ക് ആവും. അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ നിന്ന് കിട്ടും. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ആയിട്ട് വരുന്ന ഒരു പേജും വരും. ആ ലോഗിൻ ആയിട്ട് വരുന്ന പേജിനകത്ത് അവർ ചോദിക്കും ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയക്കാനുള്ളത്. അത് പ്രധാനമന്ത്രിക്ക് നേരിട്ടാണെങ്കിൽ PMO എന്ന് ഇടാം, അല്ല ഇപ്പൊ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, വിമൻസിൻ്റെതാണെങ്കിൽ വിമൻസ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, പല പല വകുപ്പുകൾ ഉണ്ടല്ലോ. ആ വകുപ്പുകളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ, ക്യായും പാനിയും മാത്രം അറിയാവുന്ന ഞാൻ വരെ ഹിന്ദിയിൽ ഒരു മെയിൽ അയച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമ്മൾ ഗ്രാമർ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയാൻ പോകുന്ന കാര്യം അതിനകത്ത് വെച്ചാൽ മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ബുദ്ധിയും വിവരം ഉള്ളവർക്ക് അത് കാര്യങ്ങളുടെ ഏകദേശ രൂപം പിടികിട്ടും. അതിനുശേഷം അവർക്ക് ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പരാതി ജെനുവിനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ഡയറക്റ്റ് ആയിട്ടും, അല്ല നമ്മുടെ പരാതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മളെ വിളിക്കുകയും ചെയ്യും.
വിളിക്കുമ്പോഴും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പേടിച്ചുപോയി, ഞാൻ പ്രധാനമന്ത്രി അങ്കിൾ എന്ന് സംബോധന ചെയ്താണ് ഒരു ആവേശത്തിന് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ കോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് കാറ്റ്സിനെ കൊണ്ട് കേസ് എടുപ്പിക്കാൻ വേണ്ടി വിളിക്കുവാണെന്ന് പേടിച്ച് വിറച്ചു പോയി ഞാൻ. പക്ഷെ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ കേസ് എടുക്കാനൊന്നും വിളിക്കുന്നതല്ല, നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അവർ ആ കാര്യം ചോദിക്കും, നമുക്കറിയാവുന്ന രീതിയിൽ അറിയാവുന്ന ഭാഷയിൽ അവരോട് കാര്യം ധരിപ്പിച്ചാൽ മതി. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കോ കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പ് തല മേധാവികളിലേക്കോ നമ്മൾ PM പോർട്ടൽ വഴിയാണ് ഒരു പരാതി അയക്കുന്നതെങ്കിൽ 24 മണിക്കൂറിനകം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്ലൈ നമുക്ക് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഏത് തരം പരാതിയാണെങ്കിലും അത് ഉറപ്പായും പരിഹരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ആയിട്ടുള്ളൊരു ആക്സസ് വേണം എന്നുള്ളവർക്ക് PM പോർട്ടൽ എന്ന് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ വഴി നമുക്ക് പരാതികൾ അയക്കാവുന്നതേ ഉള്ളൂ. 100% അല്ല, 150 അല്ല, 200% പ്രശ്ന പരിഹാരം ഉറപ്പാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മോദിജി എന്ന് പറയുന്ന ആളോട് ഇത്രത്തോളം ബഹുമാനവും ആദരവും കാണിക്കുന്നത്. അല്ലാതെ BJP പാർട്ടി എന്നുള്ളതിൻ്റെ പേരിലല്ല അദ്ദേഹത്തോട് എൻ്റെ മനസ്സിൽ ഇത്രയും ആദരവും സ്നേഹവും ഉള്ളത്. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ഒരു വലിയ ആഗ്രഹത്തിലേക്ക് ഞാൻ എത്താനുള്ള കാരണം പോലും എൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം വഴി സോൾവ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു കിട്ടാക്കനിയല്ല നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ആവലാതികളും നമ്മുടെ കംപ്ലൈൻസും ഒക്കെ കേൾക്കാൻ നമുക്കൊരു കേന്ദ്ര സർക്കാരുണ്ട്. ആ കേന്ദ്ര സർക്കാരിലേക്ക് എത്താനുള്ള വഴിയാണ് വളരെ എളുപ്പം. ആ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, താങ്ക് യു.